വെൽക്കം ടു ഫിറ്റാക്ട് ഐ ടി ക്ലബ്. നമ്മൾ എക്സലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എക്സലിൽ ഡാറ്റ എങ്ങനെ എൻ്റർ ചെയ്യാമെന്ന് നോക്കാം. എക്സലിൽ ഡാറ്റ എൻ്റർ ചെയ്യുന്നത് സെല്ലുകളിലാണ്. കോളവും റോയും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഏരിയയാണ് സെല്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ ഫസ്റ്റ് സെല്ല്, അതായത് എ എന്ന കോളത്തും 1 എന്ന റോയും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന സെല്ലാണ് സെലക്റ്റായി നിൽക്കുന്നത്. അത് നെയിം ബോക്സിൽ A1 എന്ന് കാണാം. നമ്മൾ ഏത് സെല്ലാണോ സെല്ലുകൾ സെലക്ട് ചെയ്ത് നോക്കാം. ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ആ സെല്ലിൻ്റെ പേരായിരിക്കും ഇവിടെ കാണിക്കുന്നത്. ഇതിപ്പോൾ E5 ആണ്, A1. നമ്മൾ സെല്ല് സെലക്ട് ചെയ്ത് ഡാറ്റ എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് ആവശ്യമെങ്കിൽ ഇതിനെ നമുക്ക് സൂം ചെയ്യാവുന്നതാണ്. അതായത് വർക്ക് ചെയ്യുന്ന ഏരിയ സൂം ചെയ്യാവുന്നതാണ്. അതിനായി സ്റ്റാറ്റസ് ബാറിൽ റൈറ്റ് സൈഡിൽ താഴെയുള്ള ഈ സൂം നാവിഗേഷൻ ബാർ ഇതേ രീതിയിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇവിടെ കാണുന്ന നമ്പറിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് വാല്യൂ സെലക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ കസ്റ്റം എന്നതിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം. അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. അതുമല്ലെങ്കിൽ കീബോർഡിൽ കൺട്രോൾ കീ അമർത്തി പിടിച്ച് മൗസിൻ്റെ സ്ക്രോൾ വീൽ മുന്നിലേക്കും ബാക്കിലേക്കും ഇതേ രീതിയിൽ ഡ്രാഗ് ചെയ്യുമ്പോൾ ഇത് സൂം ഇൻ ചെയ്യുന്നതും സൂം ഔട്ട് ചെയ്യുന്നതും കാണാവുന്നതാണ്. ഇങ്ങനെ ആവശ്യമായ രീതിയിൽ നമുക്ക് വർക്ക് സ്പേസിനെ ക്രമീകരിക്കാം. അതിനുശേഷം ഡാറ്റ എൻ്റർ ചെയ്യേണ്ട സെല്ല് സെലക്ട് ചെയ്യുക. അതിനുശേഷം കീബോർഡിൽ ടൈപ്പ് ചെയ്താൽ മതി. ഇവിടെ ഞാൻ സെയിൽസ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം കീബോർഡിൽ എൻ്റർ കീ പ്രസ് ചെയ്താൽ ഈ ടെക്സ്റ്റ് ഇതിൽ അപ്ലൈ ആയി അടുത്ത സെല്ലിലേക്ക്, അതായത് അതിന് താഴെയുള്ള സെല്ലിലേക്ക് സെലക്ഷൻ മാറുന്നതായി കാണാം. ഇപ്പോൾ A2 സെല്ലിൽ ഡാറ്റ എൻ്റർ ചെയ്തു. ഇപ്പോൾ A3 സെല്ലാണ് സെലക്റ്റായി നിൽക്കുന്നത്. ഇനി ഇതിൽ ഡാറ്റ എൻ്റർ ചെയ്യാൻ കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്നു. ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ തെറ്റിപ്പോവുകയാണെങ്കിൽ കീബോർഡിൽ ബാക്ക് സ്പേസ് കീ അമർത്തിക്കൊണ്ട് നമുക്കത് മായ്ച്ച് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി റെഡിയാക്കാവുന്നതാണ്. കീബോർഡിൽ എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത സെല്ല് സെലക്റ്റായി. ഇവിടെയും നമുക്ക് ഡാറ്റ എൻ്റർ ചെയ്യാം. ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ എന്തെങ്കിലും തെറ്റിപ്പോകുന്നുണ്ട് എങ്കിൽ ബാക്ക് സ്പേസ് കീ ആണ് അമർത്തേണ്ടത്. അതിനുശേഷം മാറ്റങ്ങൾ വരുത്തി നമുക്ക് വീണ്ടും ടൈപ്പ് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. കീബോർഡിൽ എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ എക്സ്പെൻസ് എന്നതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അവ സെലക്ട് ചെയ്ത് മാറ്റിയാൽ മുഴുവനായിട്ടും മാറും. ഇവിടെ നമുക്ക് മറ്റൊരു വേർഡ് കൊണ്ട് ഇതിനെ മാറ്റണമെങ്കിൽ ഇത് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ വേർഡ് ടൈപ്പ് ചെയ്യുന്നു. എൻ്റർ കീ പ്രസ് ചെയ്തു. ഇനി ഇവിടെ നമുക്ക് ഓവർ എന്ന് കഴിഞ്ഞതിന് ശേഷം ഒരു സ്പേസ് ഉണ്ട്, അത് ഒഴിവാക്കണമെങ്കിൽ ഈ സെല്ല് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫോർമുല ബാറിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അല്ലാതെ ഇവിടെ നിന്നും സ്പേസ് മാറ്റാൻ നമുക്ക് സ്പേസ് ഇടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് സ്പേസ് ഇടുകയാണെങ്കിൽ ഇത് ഡിലീറ്റ് ആകും. അതുകൊണ്ട് സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം ഫോർമുല ബാറിൽ വന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ മൗസ് കേഴ്സർ ഇവിടെ ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. അതിനുശേഷം ആവശ്യമായ ഏരിയയിലേക്ക് മൗസ് കേഴ്സറിനെ കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് ടെക്സ്റ്റ് ഡിലീറ്റ് ചെയ്യാം. ടെക്സ്റ്റ് ഡിലീറ്റ് ചെയ്യേണ്ട ടെക്സ്റ്റ് ബാക്കിലാണെങ്കിൽ ബാക്ക് സ്പേസും, മുമ്പിലുള്ള ടെക്സ്റ്റാണ് ഡിലീറ്റ് ചെയ്യേണ്ടത് എങ്കിൽ ഡിലീറ്റ് കീയുമാണ് ഉപയോഗിക്കേണ്ടത്. അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്താൽ അതവിടെ അപ്ലൈ ആകും. ഇങ്ങനെ നമുക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാനും ആവശ്യമായ മാറ്റങ്ങൾ വരുത്താനും കഴിയും. അതുപോലെ തന്നെ നമുക്ക് മാറ്റം വരുത്തണമെങ്കിൽ, അല്ലെങ്കിൽ സെല്ലിൽ നേരിട്ട് മാറ്റം വരുത്തണമെങ്കിൽ സെല്ല് സെലക്ട് ചെയ്യുന്നതിന് പകരം സെല്ലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കഴ്സർ ഇതുപോലെ ബ്ലിങ്ക് ചെയ്യും. ആവശ്യമായ മാറ്റങ്ങൾ നമുക്ക് വരുത്താവുന്നതാണ്. ഇങ്ങനെയാണ് സിമ്പിളായിട്ട് നമ്മൾ സെല്ലുകളിൽ ഡാറ്റ ടൈപ്പ് ചെയ്യുന്നത്. വീണ്ടും ഡാറ്റകൾ ടൈപ്പ് ചെയ്യാനുള്ള ഐഡിയകൾ പഠിക്കാം. ഇനി നമ്മൾ B2 എന്ന സെല്ല് സെലക്ട് ചെയ്യുന്നു. നമ്മൾ സെലക്ട് ചെയ്ത സെല്ല് B കോളത്തിൽ രണ്ടാമത്തെ റോയിലുള്ള സെല്ലാണ്. അതുകൊണ്ട് B2 അതിവിടെ നെയിം ബോക്സിൽ കാണാം. ഇവിടെ നമ്മൾ ഡാറ്റ എൻ്റർ ചെയ്യാണ് 120. അതിനുശേഷം നമുക്ക് താഴേക്കല്ല ഡാറ്റ എൻ്റർ ചെയ്യേണ്ടത്. ഇവിടെ റൈറ്റിലേക്ക് ഡാറ്റകൾ എൻ്റർ ചെയ്ത് പോകണമെങ്കിൽ കീബോർഡിൽ ടാബ് കീ പ്രസ് ചെയ്താൽ മതി. ടാബ് കീ പ്രസ് ചെയ്യുമ്പോൾ അടുത്ത സെലക്ഷൻ റൈറ്റിലേക്ക് മാറി വീണ്ടും വാല്യൂ ടൈപ്പ് ചെയ്യുന്നു 160.
ടാബ് കീ പ്രസ് ചെയ്യുന്നു. 210 ടാബ് കീ പ്രസ് ചെയ്യുന്നു. 250 ടാബ് കീ പ്രസ് ചെയ്യുന്നു. 325 ടാബ് കീ പ്രസ് ചെയ്യുന്നു. 440. ഇനി നമുക്ക് ഇത് റൈറ്റിലേക്കല്ല, ആദ്യം തുടങ്ങിയതിൻ്റെ താഴെ തന്നെ സെലക്ഷൻ വരണമെങ്കിൽ കീബോർഡിൽ എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോൾ B3 എന്ന സെല്ല് സെലക്റ്റായി. സ്റ്റാർട്ട് ചെയ്തത് B2 നിന്നായിരുന്നു. B3 എന്ന സെല്ല് സെലക്റ്റായി. വീണ്ടും നമുക്ക് ഡാറ്റ ടൈപ്പ് ചെയ്ത് തുടങ്ങാം. ഇവിടെ 100 എന്ന് കൊടുത്തു. നെക്സ്റ്റ് ടാബ് കീ പ്രസ് ചെയ്തു. 130 ടാബ് കീ പ്രസ് ചെയ്തു. 160 ടാബ് കീ. 200 ടാബ് കീ. 260 ടാബ് കീ. 360. അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ തുടങ്ങിയതിൻ്റെ നേരെ താഴെ സെല്ല് സെലക്ട് ആകും. ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഡാറ്റ ടൈപ്പ് ചെയ്യാൻ നമുക്ക് എൻ്റർ കീയും ടാബ് കീയും ഉപയോഗിക്കാം. എൻ്റർ ചെയ്ത ഡാറ്റകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇവിടെ ടെക്സ്റ്റുകളെല്ലാം ലെഫ്റ്റിലാണ് അലൈൻ ആയി നിൽക്കുന്നത്. എന്നാൽ നമ്പേഴ്സ് എല്ലാം സെല്ലിൻ്റെ റൈറ്റിലുമാണ് അലൈൻ ആയി നിൽക്കുന്നത്. ഡിഫാൾട്ടായി എക്സലിൽ ടെക്സ്റ്റുകളെല്ലാം ലെഫ്റ്റ് സൈഡിലും നമ്പേഴ്സ് എല്ലാം റൈറ്റ് സൈഡിലുമായിട്ടാണ് അലൈൻ ആകുന്നത്. ആവശ്യമെങ്കിൽ നമുക്ക് മാറ്റാവുന്നതാണ്. അത് നമ്മൾ പിന്നീട് പറയും. ഇനി നമ്മൾ എക്സൽ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മൾ ഇതിൻ്റെ നാവിഗേഷൻ ടൂളിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ മൗസ് പോയിൻ്റർ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഒരു 3D പ്ലസ് സിമ്പലാണുള്ളത്. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതേപോലെ സെലക്ട് ചെയ്യാം. അതുപോലെ റിബണിൻ്റെ അടുത്തേക്ക് മൗസ് കൊണ്ടുപോകുമ്പോൾ ഇവിടെ ഇപ്പോൾ മൗസ് കേഴ്സറായിട്ടാണുള്ളത്. ഇവിടെ വരുമ്പോൾ 3D സിമ്പലാണ്. നമ്മളൊരു സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം ഈ സെല്ലിൻ്റെ താഴെ ഭാഗത്തേക്ക് റൈറ്റ് സൈഡിലേക്ക് മൗസ് കൊണ്ടുവരുമ്പോൾ മൗസിൻ്റെ ചിഹ്നം മാറുന്നത് കാണാം. ഇപ്പോൾ ഇതൊരു ബ്ലാക്ക് പ്ലസ് സിമ്പലായിട്ട് മാറി. ഇതിന് ഫിൽ മെനു എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ കോപ്പി ചെയ്യുന്നതിനുള്ള ഓപ്ഷനാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത്, അതായത് ബ്ലാക്ക് പ്ലസ് ബട്ടൺ ആകുമ്പോൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ആ സെല്ലിലെ വാല്യൂ താഴെയുള്ള സെല്ലുകളിൽ നമുക്ക് ഡ്രാഗ് ചെയ്യുന്ന ഭാഗത്തേക്ക് കോപ്പി ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഫിൽ ചെയ്യാവുന്നതാണ്. കീബോർഡിൽ Ctrl+Z അമർത്തിയാൽ അൺഡു ചെയ്യും, മുമ്പത്തെ രീതിയിലേക്ക് മാറും. അപ്പോൾ ഇത് ഫില്ല്, അതായത് ബ്ലാക്ക് പ്ലസ് സിമ്പലാണെങ്കിൽ ഫില്ലാണ്. നെക്സ്റ്റ് ഈ മൗസ് സെല്ലിൻ്റെ ബോർഡറിലേക്ക് കൊണ്ടുവരുമ്പോൾ, സെലക്റ്റായി നിൽക്കുന്ന സെല്ലിൻ്റെ ബോർഡറിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇതേ രീതിയിലാണ് മാറുന്നത്. അതായത് 4 ഭാഗത്തേക്കും ആരോയുമുണ്ട്, മൗസിൻ്റെ ആരോയുമുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ഈ സെല്ലിലെ വാല്യൂ നമുക്ക് ഡ്രാഗ് ചെയ്യുന്ന അല്ലെങ്കിൽ കൊണ്ടുപോകുന്ന ഏരിയയിലേക്ക് മൂവ് ചെയ്യുവാൻ സാധിക്കും. ഇവിടെ സെല്ലിൻ്റെ ബോർഡറിൽ കൊണ്ടുവരുമ്പോൾ ഇതേ രീതിയിൽ 4 ഭാഗത്തേക്കും ബ്ലാക്ക് ആരോ കീയും അതിൻ്റെ കൂടെ മൗസിൻ്റെ ആരോ കീയും ഉണ്ടാകുമ്പോൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ ആ സെല്ലിലെ വാല്യൂ നമുക്ക് മൂവ് ചെയ്യാൻ കഴിയും. ഇനി കോളം നെയിമിന് മുകളിലേക്ക് മൗസ് കേഴ്സർ കൊണ്ടുവരുമ്പോൾ ഇതേ രീതിയിൽ ബ്ലാക്ക് ഡൗൺ ആരോ കീ ആയിട്ട് മാറി. ഇങ്ങനെ വരുമ്പോൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതേ രീതിയിൽ ആ കോളം മുഴുവനായിട്ടും സെലക്ട് ആകും. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കോളം മുഴുവനായിട്ടും സെലക്ട് ആകും. അതുപോലെ തന്നെ 2 കോളങ്ങളുടെ ഇടയിൽ മൗസ് കേഴ്സർ കൊണ്ടുവരുമ്പോൾ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ആരോ വരുന്ന രീതിയിലുള്ള ഒരു ഡബിൾ ഹെഡഡ് ആരോ ആയിട്ട് മാറും. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ ലെങ്ത്ത് മാറ്റുവാൻ കഴിയും. അതുപോലെ റോ നെയിമിൻ്റെ മുകളിലേക്ക് മൗസ് കേഴ്സർ കൊണ്ടുവരുമ്പോൾ ഇതേ രീതിയിൽ റൈറ്റിലേക്കുള്ള ഒരു ബ്ലാക്ക് ആരോ ആയിട്ട് മാറും. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ റോ മുഴുവനായിട്ടും സെലക്ട് ആകും. അതുപോലെ ഇവിടെ വരുമ്പോൾ ഇതൊരു മൗസ് കേഴ്സറാണ്. എക്സലിൽ മൗസിൻ്റെ ആരോകൾ വ്യത്യസ്ത രീതിയിൽ കാണിക്കുന്നു. അപ്പോഴെല്ലാം വ്യത്യസ്ത രീതിയിലുള്ള പ്രവർത്തനമാണ് നടക്കുക. ഇനി എക്സലിൽ വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പറയാം. നമ്മൾ എവിടെയാണോ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത് ആ ഏരിയക്കനുസരിച്ചായിരിക്കും അതിൻ്റെ ഓപ്ഷൻസ് ഡിസ്പ്ലേ ചെയ്യുക. ഇപ്പോൾ സെല്ല് സെലക്റ്റായി അതിനുശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ആ സെല്ല് എഡിറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഷോർട്ട് കട്ട് മെനു ഇവിടെ കാണാം. അതുപോലെ തന്നെ ഒരു മിനി ടൂൾ ബാറും ഇവിടെ വന്നിട്ടുണ്ട്. കോളം നെയിമിന് മുകളിലാണ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ കോളം നെയിമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എഡിറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഷോർട്ട് കട്ട് മെനുവും അതിൻ്റെ മിനി ടൂൾ ബാറും കാണാം. റോയിലാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് കാണാം. ഇനി ഏതെങ്കിലും ടൂളിലാണ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത് എങ്കിൽ ഇതേ രീതിയിൽ ആ ടൂള് സെറ്റ് ചെയ്യുന്നതിനുള്ള അല്ലെങ്കിൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനുള്ള രീതിയിലുള്ള ഒരു ഷോർട്ട് കട്ട് മെനു ആണ് വരുന്നത്. ഇനി
ടൈറ്റിൽ ബാറിലാണ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇതേ രീതിയിലാണ്. അതായത് നമ്മൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എവിടെയാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത്, അതിനനുസരിച്ച് വ്യത്യസ്ത രീതിയിൽ ആ ഭാഗങ്ങളിൽ ഓപ്ഷൻസ് അല്ലെങ്കിൽ ടൂളുകളൊക്കെ ഡിസ്പ്ലേ ചെയ്യും. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമ്മൾ എക്സൽ വർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ടുണ്ട്, അല്ലെങ്കിൽ സംശയമുണ്ട്, ഹെൽപ്പ് ആവശ്യമുണ്ട് എങ്കിൽ ഇവിടെ ഏറ്റവും മുകളിലുള്ള സെർച്ച് ബോക്സിൽ ടൈപ്പ് ചെയ്ത് നൽകിയാൽ മതി. നമുക്ക് ഏതെങ്കിലും ഒരു ടൂൾ ആവശ്യമുണ്ടെങ്കിൽ, ഇപ്പോൾ ബോൾഡിനുള്ള ടൂള് വേണം, അല്ലെങ്കിൽ പ്രിൻറ്റിനുള്ള ടൂള് വേണമെങ്കിൽ പ്രിൻ്റ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ കാണാം. അപ്പോൾ ആ ടൂള് നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ കഴിയും. ഇനി അതല്ലെങ്കിൽ നമുക്ക് ആൾട്ട് ക്യൂ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് സെർച്ച് ബോക്സിൽ ടൈപ്പ് ചെയ്യുന്നതിലുള്ള ഓപ്ഷൻ ആക്റ്റീവ് ആകും. ഇനി കീബോർഡിൽ F1 ഉപയോഗിച്ചും നമുക്ക് ഹെൽപ്പ് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഹെൽപ്പ് ഉണ്ട്. ഇനി കീബോർഡിൽ ബോൾഡ് ആക്കാൻ ബോൾഡ് എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബോൾഡുമായി എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ അതിനുള്ള ഹെൽപ്പ് ഇവിടെ കാണിക്കും. എന്താണ് ബോൾഡ്, അതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ. ഇങ്ങനെ നമുക്ക് ഹെൽപ്പും ഉപയോഗിക്കാവുന്നതാണ്.